ഹലോ, എല്ലാവർക്കും Quick2cookന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. ഒരു ഡെലീഷ്യസ് ബ്രെഡ് സ്പ്രെഡുമായിട്ടാണ് വന്നിട്ടുള്ളത്. മിൽക്ക് ബിക്കീസ് ബിസ്ക്കറ്റ് ഇഷ്ടമില്ലാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും. ആ ഒരു കണ്ണും മൂക്കും ഒക്കെ ആയിട്ടുള്ള യുണീക് ഷേപ്പും ആ ടേസ്റ്റും ഒക്കെ കുട്ടികൾ മുതിർന്നവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള ഒരു ബിസ്ക്കറ്റാണ് മിൽക്ക് ബിക്കീസ്. അപ്പൊ ഈ മിൽക്ക് ബിക്കീസ് ബിസ്ക്കറ്റ് ഉപയോഗിച്ച് നമ്മൾ ഒരു ബ്രെഡ് സ്പ്രെഡ് ഉണ്ടാക്കാൻ പോവാണ്. ഈ ന്യൂട്ടലൊക്കെ ബ്രെഡ് തേച്ച് കഴിക്കാൻ പറ്റുന്ന ഐറ്റമാണ് നമ്മുടെ മനസ്സിലുള്ളത്. അപ്പൊ എങ്ങാനും വീട്ടില് ന്യൂട്ടലൊക്കെ തീർന്നു പോവുകയാണെങ്കിൽ ന്യൂട്ടലയ്ക്ക് റേറ്റും കൂടുതലാണ്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ നമുക്ക് 20 രൂപയുടെ പാക്കറ്റ് വാങ്ങിയിട്ട് സിമ്പിൾ ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് സ്പ്രെഡ് ആണ്. അപ്പൊ നമുക്ക് നേരെ പണിപ്പുരയിലോട്ട് പോവാം. ഇതിനായി നമ്മൾ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് എടുത്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചേക്കാണ്. ഇതിപ്പോൾ 1, 2, 3, 9 ബിസ്ക്കറ്റ്സ് ഉണ്ട്. നമുക്കിതെല്ലാം ഒന്നും ആവശ്യം വരില്ല. എന്തായാലും നമുക്ക് തുടങ്ങാം. ഇനി നമുക്കിങ്ങനെ ഓരോ ബിസ്ക്കറ്റ്സ് ആയിട്ട് എടുത്തിട്ട് അതിൽ നിന്ന് ക്രീം മാത്രം എടുത്തൊരു ബൗളിലോട്ട് മാറ്റണം. ആ വൈറ്റ് ക്രീം മാത്രമായിട്ട് എടുക്കണം. ഇതുപോലെ നമുക്കൊരു 5-6 ബിസ്ക്കറ്റ്സിൻ്റെ ക്രീം ആവശ്യമുണ്ട്. ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ ഇങ്ങനെ ചുരണ്ടി എടുത്താൽ മതി. അത്ര പെർഫെക്റ്റ് ആയി കിട്ടിയില്ലെങ്കിലും നമുക്ക് ആവശ്യമുള്ള ക്രീം കിട്ടും. ഇപ്പോഴത്തെ നമ്മളൊരു 6 ബിസ്ക്കറ്റിൻ്റെ ക്രീം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ക്രീം നന്നായി മിക്സ് ചെയ്യണം. ഒരു സ്പൂണോ മറ്റോ ഉപയോഗിച്ചത് ഇങ്ങനെ പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം. നന്നായി മിക്സ് ചെയ്തിട്ട് ഇതിങ്ങനെ പേസ്റ്റ് ആക്കിയിട്ട് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് ഒരു പാനിലേക്ക് 1 കപ്പ് പാൽ ഒഴിക്കുക. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര, 1.5 ടേബിൾ സ്പൂൺ മൈദ, ഇത്രയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇപ്പൊ നമ്മൾ സ്റ്റവ് ഓൺ ചെയ്തിട്ടില്ല. സ്റ്റവ് ഓൺ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ നന്നായി മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ചൂടാവുമ്പോൾ കട്ട് പിടിക്കും. അപ്പോൾ ആദ്യം ഒന്ന് മിക്സ് ആയതിനു ശേഷം മാത്രം നമുക്ക് സ്റ്റവ് ഓൺ ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്യാം. മിനിമത്തിലാണ് നമ്മൾ ഇടുന്നത്. ഇനി ഗ്യാസ് സ്റ്റൗവിലാണ് വെക്കുന്നതെങ്കിൽ അത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായി കുറുക്കിയെടുക്കണം. ഇതിപ്പോൾ പതുക്കെ കുറുകി വരുന്നുണ്ട്. കുറച്ചും കൂടെ ഒന്ന് കുറുകി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നന്നായി കുറുകിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. നെക്സ്റ്റ് നമ്മൾ 2-3 പീസ് ബട്ടർ എടുക്കുക. ഇത് സോൾട്ടഡ് ബട്ടറാണ്. ഇനി നമ്മളിതൊരു സ്പൂണോ മറ്റോ ഉപയോഗിച്ച് നല്ല രീതിയിൽ പേസ്റ്റ് പോലെ ആക്കി എടുക്കുക. ഇങ്ങനെ ഇതെല്ലാം തണുത്തിരിക്കുന്നുണ്ടാണ് ഉടയാൻ സമയം എടുക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് ഇതൊരു പേസ്റ്റ് പോലെ ആയി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മൈദ മിക്സ് സ്പൂൺ ബൈ സ്പൂൺ ആയിട്ട് ആഡ് ചെയ്യണം. ഇത് ഒരുമിച്ച് ഇടരുത്. ആദ്യം 2 സ്പൂൺ ഇട്ട് നന്നായി ഇതുപോലെ മിക്സ് ചെയ്യുക. ഇത് നന്നായി മിക്സ് ആയതിനു ശേഷം മാത്രം അടുത്ത സ്പൂൺ ഇടുക. വീണ്ടും മിക്സ് ചെയ്യുക. അങ്ങനെ സ്പൂൺ ബൈ സ്പൂൺ ആയിട്ട് ഇട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ നമുക്കിതിങ്ങനെ പതഞ്ഞ് നല്ല ക്രീമി ആയിട്ട് വരുന്നത് കാണാം. ഒരു വിപ്പിംഗ് ക്രീം പോലെ കാണാം നിങ്ങൾക്ക്. ഇത് നമ്മൾ ഈ കേക്കിലൊക്കെ യൂസ് ചെയ്യുന്ന വിപ്പിംഗ് ക്രീം പോലെ തന്നെയാണ് ഇത്. നന്നായിട്ട് ഇതുപോലെ ക്രീമി ആയിട്ടിരിക്കണം. ഇനി ഈ വിപ്പിംഗ് ക്രീമിലേക്ക് നമ്മൾ നേരത്തെ ബിസ്ക്കറ്റിന് മാറ്റി വെച്ചിരിക്കുന്ന ക്രീമില്ലേ, അത് ആഡ് ചെയ്യാം. എന്നിട്ട് അത് ആഡ് ചെയ്തിട്ട് ഇതുപോലെ നന്നായി മിക്സ് ചെയ്യുക. ഇനി തരിതരി പോലെ കിടക്കരുത്, കറക്റ്റ് എല്ലാം മിക്സ് ആയിരിക്കണം.
അടുത്തത് നമ്മളൊരു 1/2 കപ്പ് പഞ്ചസാര ഒരു മിക്സി ജാറിലെടുത്ത് ഗ്രൈൻഡ് ചെയ്തതുപോലെ ഷുഗർ പൗഡർ ആക്കുക. അതിലേക്ക് ഒരു 1-2 ബിസ്ക്കറ്റ്സ്, അത് നമ്മൾ ക്രീം കളയാത്ത ബിസ്ക്കറ്റ്സ് ആണ്, ഫുൾ ബിസ്ക്കറ്റ്സ് 2-3 എണ്ണം ഇട്ട് ഒന്നുകൂടെ അടിച്ചെടുക്കുക. എന്നിട്ട് ഈ പൊടി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിരിക്കുന്ന വിപ്പിംഗ് ക്രീമിലേക്ക് ആഡ് ചെയ്യണം. ഇതുപോലെ ആഡ് ചെയ്യാം. ഇത് നന്നായി മിക്സ് ആയതിനു ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്രീം മാറ്റി വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റിൻ്റെ പീസ് ആക്കി ഇടാം. നമുക്ക് ഇതിന് പകരം വേണമെങ്കിൽ നട്ട്സ് ഇട്ടാലും കുഴപ്പമില്ല. കാഷ്യൂ നട്ട്സോ ബദാമോ ഉണ്ടെങ്കിൽ അത് ഇടാം. നമ്മൾ ഈ ബിസ്ക്കറ്റിൻ്റെ ചെറിയ പീസസ് ആണ് ഇടുന്നത്. അത് വല്ലാണ്ട് പൊടിയരുത്, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് വല്ലാണ്ട് മിക്സ് ചെയ്യുകയും ചെയ്യരുത്. ഇതിങ്ങനെ തരി പോലെ കിടക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഐറ്റം ഓൾമോസ്റ്റ് റെഡി ആയെന്ന് പറയാം. ഇനി നമുക്കിത് ഒരു ചെറിയൊരു ട്രേ എടുത്ത് അതിലേക്ക് മാറ്റാം. ഇനി ഇത് ഒരു 1 അവർ ഫ്രീസറിൽ വയ്ക്കാം, അതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതേ നമ്മൾ ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചപ്പാത്തിയിലോ ബ്രെഡിലോ ഒരു സ്പ്രെഡായിട്ട് യൂസ് ചെയ്യാം. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്, മുതിർന്നവർക്കും നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. അപ്പൊ എന്നതേ പോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ മറ്റൊരു ഐറ്റവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. തുടങ്ങോ? ഹലോ, വീഡിയോ ആയിട്ടാണ് ഇന്ന് ഒരു ഡെലീഷ്യസ് ആയിട്ടുള്ള സ്പ്രെഡ് മിൽക്ക് ബിക്കീസ് ബിസ്ക്കറ്റ് നമുക്ക് എല്ലാവർക്കും ബ്രെഡ് തേച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ മനസ്സിലുള്ളത്. ന്യൂട്രൽ ഉണ്ടാക്കാൻ പോവാണ്. അത് നിർത്തിയാണ്. അപ്പൊ നമുക്ക് നേരെ പണിപ്പുരയിലോട്ട് പോവാം. ഇന്നത്തെയും പോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കാം. ഓക്കെ.